ഉണ്ടാക്കാൻ പോയത് ഇത് കിട്ടിയതോ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വട ഫ്ലോപ്പായി. എന്തായാലും അതിനകത്ത് പറഞ്ഞിരുന്ന ഇതുപോലത്തെ 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു, ദോശമാവ് പോലായി. ഒരു രക്ഷയില്ല. കുറച്ച് കുറുകി, പക്ഷെ കാര്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഇച്ചിരി പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പിലൊക്കെ ഒന്ന് ചതച്ചില്ല അരിഞ്ഞിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി കുട്ടത്തിൽ കുറച്ചെണ്ണം എടുത്തിട്ട് ഒന്ന് ചെറിയതായിട്ട് ആവി കയറ്റിയിട്ട് പിന്നെ എടുത്ത് എയർ ഫ്രയറിൽ വെച്ചു. അതിൻ്റെ റിസൾട്ടും പിന്നെ ഞാൻ ബാക്കി എടുത്തിട്ട് സാധാരണ ദോശക്കല്ലിൽ പാൻ കേക്ക് മാതിരി ചെറിയ ദോശ ഉണ്ടാക്കി. അതിൻ്റെ റിസൾട്ടും പറയാം. അപ്പോൾ ഇതുപോലൊരു ഓയിൽ സ്പ്രെയർ ഉള്ളത് നല്ലതാണ്. വളരെ കുറച്ചെണ്ണ ഉപയോഗിക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് അത് നമുക്ക് തിരിച്ചിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു 8 മിനിറ്റ് വേവിച്ചതിന് ശേഷം എയർ ഫ്രയറിനെടുത്ത് അതൊക്കെ തിരിച്ചിട്ട് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് തിരിച്ചു വെച്ചു. സെയിം 8 മിനിറ്റ് 190 ഡിഗ്രിയിൽ ചൂടാക്കി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വട ശരിയാണ്. വടയുടെ ഷേപ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് വട എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് ആ ഷേപ്പ്. എന്തായാലും സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ സംഭവം. അപ്പോൾ നമുക്ക് പാൻ കേക്ക് അല്ല ദോശ ഒന്ന് കഴിച്ചു നോക്കാം. വടദോശ. സാധനം വടയുടെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയതാണ്. എയർ ഫ്രയറിൽ ഉണ്ടാക്കി കുറച്ചുകൂടെ ക്രിസ്പിയാണ്. ഇത് വടമായി തന്നെ ഉണ്ട്. സംഭവം എണ്ണയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വെള്ളം കുറച്ച് പ്രോപ്പറായിട്ട് ഉണ്ടാക്കി വീഡിയോ ഇടുന്നത്. സംഭവം ഫ്ലോപ്പായി. എന്തായാലും അതിൽ നിന്നൊരു പാഠം പഠിച്ചു. കുക്കിംഗ് ലാബാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് കാണാം.